അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്നലെ പോളിനോമിയൽസിനെ കുറിച്ച് ചെറിയ രീതിയിൽ പഠിച്ചു. എന്താണ് വേരിയബിൾസ്, എന്താണ് കോൺസ്റ്റൻറ്റ്, എന്താണ് കോഫിഷ്യൻറ്റ്, എന്താണ് ടേംസ്, എന്താണ് ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോളിനോമിയൽസിനെ കുറിച്ചുള്ള ബേസിക്സ് ഇന്നലെ ഒരു വട്ടം കൂടി നമ്മൾ പഠിച്ചു. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് നമ്മുടെ പാഠഭാഗങ്ങളിലേക്ക് വരികയാണ്. വാട്ട് ഈസ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നാണ് നമ്മുടെ പാഠം. അതിന് മുമ്പ് വാട്ട് ഈസ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഇവിടെ കാണുന്ന മൂന്ന് സാധനം 3x³ + 2x² + 5, അതേപോലെ 5x + 7x² + 3, അങ്ങനെയുള്ള 2-4 സാധനങ്ങളിലേക്ക് നോക്കുക. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവും അവയെല്ലാം പോളിനോമിയൽസാണ് അല്ലേ? ആണല്ലോ. അപ്പോൾ ഒന്നാമത്തേതിൽ ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ ഏതാണ്? 3 ആണ്. കാരണം അവിടെയുള്ള എക്സ്പോണൻഷ്യൽ ഏറ്റവും ടോപ്പായിട്ടുള്ള 3 ആണ്. അപ്പോൾ അവിടെ ഡിഗ്രി ഓഫ് പോളിനോമിയൽ 3 ആണ്. രണ്ടാമത്തേലോ 2 ആണ്. കാരണം 7x² ഇവിടെ 2 ആണ് വലിയ എക്സ്പോണൻഷ്യൽ ഫോം. മൂന്നാമത്തേലോ നാലാമത്തേൽ ഇൻഷാല്ലാഹിലേക്കുള്ള നമുക്ക് വരാം. അപ്പോൾ ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ ഒന്നെങ്കിൽ 3 ആവാം, 2 ആവാം, ചിലപ്പോൾ 1 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം, 999, എത്ര വേണമെങ്കിലും ആവാം. പക്ഷേ നമ്മുടെ പോയിൻ്റ് ഇതാണ്, നമ്മുടെ ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ 2 ആണെങ്കിൽ അവയ്ക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും. ഓക്കെ, 1 ആണെങ്കിൽ അത് നമുക്ക് മുമ്പത്തെ വർഷം പഠിച്ചിട്ടുണ്ടാവും, ലീനിയർ. ഓക്കെ, അവിടെ. അപ്പോൾ 2 ആണെങ്കിൽ നമ്മുടെ ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ 2 ആണെങ്കിൽ അവയ്ക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും. എന്താണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും. അപ്പോൾ ഈ തന്ന 4 സാധനങ്ങളിൽ ഏതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ? ഒന്നാമത്തേതാണോ 3x³ + 2x² + 5? അത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണോ? അല്ല. കാരണം പറയും, അത് അവിടെ ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ 3 ആണ്. നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെങ്കിൽ ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ എത്രയായി വരണം? 2 ആയി വരണം. രണ്ടാമത്തേതാണോ? ആണ്. കാരണം ഇവിടെ ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ 2 ആണ്. അതുകൊണ്ട് ഇതെന്താണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ഇത് മൂന്നാമത്തേത് ശരിക്കും ശ്രദ്ധിക്കണം. 6x × 2x² + 3, അതായത് 2x² + 3 ബ്രാക്കറ്റിലാണ്. അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണോ അല്ലയോ? ഞാൻ പറയുന്നത് മാത്രമല്ല, നിങ്ങളും ചിന്തിക്കണം, അതാണോ അല്ലേ? അല്ല എന്നായിരിക്കും അധികം ആളുകളും വിചാരിച്ചിട്ടുണ്ടാവുക. എന്നാൽ അത് തെറ്റാണ്. അത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. കാരണം 6x × 2x + 6x × 3 എന്നാണ് ഇത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ബ്രാക്കറ്റ് നയിക്കുമ്പോൾ അത് അങ്ങനെയാണ് വരുന്നത്. 6x × 2x ആകുമ്പോൾ അത് 12x² ആയിരിക്കും. 12x² + 6x ബ്രാക്കറ്റ് 2x + 3 എന്ന് പറയുമ്പോൾ 6x × 2x + 6x × 3 എന്നാണ്. അതായത് 12x² + 18x എന്നായിരിക്കും ഇതിൻ്റെ ബ്രാക്കറ്റ് പിരിച്ച് എഴുതുമ്പോൾ കിട്ടുക. അപ്പോൾ ഇവിടെ x² ഉണ്ട്. അതാണ് വലിയ ടേം, അതാണ് വലിയ എക്സ്പോണൻഷ്യൽ ഫോം, അതായത് 2. അപ്പോൾ ഇതെന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ അല്ലേ? 4x + 2x + 5x. അവിടെ എല്ലാത്തിൻ്റെയും എക്സ്പോണൻഷ്യൽ ഫോം 1 ആണ്. അപ്പോൾ ഇതെന്തല്ല? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വാട്ട് ഈസ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ? ഇക്വേഷൻ അല്ല, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പോൾ ഇതെന്തല്ല? ക്വാഡ്രാറ്റിക് അവസാനത്തെ പോളിനോമിയൽ അല്ല. അപ്പോൾ എന്താണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ? ഒന്നും കൂടി പറയാം. പോളിനോമിയലിലെ ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ 2 ആണെങ്കിൽ മാത്രം അതിനെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ തന്നിട്ടുള്ള ഉദാഹരണങ്ങളിൽ രണ്ടാമത്തതും മൂന്നാമത്തതും മാത്രമാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇനി അടുത്തതാണ് നമ്മുടെ പാഠം, ശരിയായ പാഠം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ.
എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നാൽ? ക്വാഡ്രാറ്റിക് ഇക്വേഷന് ശരിക്കും ശ്രദ്ധിക്കണം, ഇത് ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു പൊളിനോമിയൽ ക്വാഡ്രാറ്റിക് പൊളിനോമിയൽ ആണെങ്കിൽ, പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇക്വേഷൻ വേറെ പൊളിനോമിയൽ വേറെ. ക്വാഡ്രാറ്റിക് പൊളിനോമിയലാണ് ഒന്ന്, മറ്റത് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് പൊളിനോമിയൽ ആണെങ്കിൽ, പൊളിനോമിയൽ ക്വാഡ്രാറ്റിക് പൊളിനോമിയൽ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ, അതായത് ഈസ് ഈക്വൽ ടു എന്നതിന് ശേഷം 0 ആണ് ആൻസർ എങ്കിൽ, ഈക്വൽ ടു 0 ആണെങ്കിൽ ആ പൊളിനോമിയലിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയും. അത്രേ ഉള്ളൂ. ഓക്കെ. ഒരു തന്നിട്ടുള്ള പൊളിനോമിയൽ ക്വാഡ്രാറ്റിക് പൊളിനോമിയൽ ആവുകയും അതിൻ്റെ ഇക്വേഷൻ 0 ആവുകയും ചെയ്താൽ അതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയും. ചിലപ്പോൾ 0 അല്ലാതെ വരാം, എന്നാൽ അതെന്തല്ല, ക്വാഡ്രാറ്റിക് പൊളിനോമിയൽ ആയിരിക്കാം, പക്ഷേ ഇക്വേഷൻ 0 ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. ഓക്കെ. ഇപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം നോക്കാം. 3x² + 6x + 3 = -4x³ എന്നാണ് അതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഈക്വൽ ടു -4x³. അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ? അല്ല. കാരണം എന്താണ്? അവിടെ ഈക്വൽ 0 അല്ല, അല്ലേ? അതുകൊണ്ട് തന്നെ. രണ്ടാമത്തത് 8y² + 3y + 6 = 0. അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ? ആണ്. കാരണം ഈക്വൽ ടു 0 ആണ്. ഈ പൊളിനോമിയൽ ക്വാഡ്രാറ്റിക് പൊളിനോമിയലാണ്, അത് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതെന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. പിന്നെ മൂന്നാമത്തെ അതേപോലെ 3x + 2x, പിന്നെ നേരത്തെ പറഞ്ഞ y ആണ്. ഈ y x സംഭവമെല്ലാം ഒന്ന് തന്നെയാണ്, x y z. കൂടുതൽ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെഹബുലുള്ള സെയ്ദിനെ പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ലേ, അതേപോലെ മാത്സിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റിയ ഒരാളാണ് എക്സ്. അതുകൊണ്ടാണ് എക്സിനെ എടുത്തിട്ടിടുന്നത്. ചിലപ്പോൾ എക്സിനെ നല്ലോണം ബനക്കുമ്പോൾ ഇടയിൽ വൈനെ കൊണ്ടുവരുന്നതേ ഉള്ളൂ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞുകൊണ്ട് A മുതൽ Z വരെയുള്ള ആരും ആവാം. ഓക്കെ. പിന്നെ അടുത്തത് 3x + 2x + 7 = 0. 7 = 0. അപ്പോൾ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, അല്ലേ? ആണോ? അല്ല. പിന്നെ കാരണം എന്താ? ഈക്വൽ ടു 0 ആണ്, ശരിയാണ്. പക്ഷേ ഇതെന്തല്ല, ഈ പൊളിനോമിയൽ ക്വാഡ്രാറ്റിക് പൊളിനോമിയൽ അല്ല. ഓക്കെ. അത് ലീനിയർ പൊളിനോമിയലാണ്, ക്വാഡ്രാറ്റിക് പൊളിനോമിയൽ അല്ല. അതുകൊണ്ട് ഇതെന്തല്ല, ഇയാൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന മഹത്തായ സ്ഥാനം കൊടുക്കാൻ, അവിടെ ഇരിക്കാൻ അർഹനല്ല. പിന്നെ അടുത്തത് 2x ബ്രാക്കറ്റ് 3x + 4 = 0. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ? ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അത് ഒപ്പിക്കാം. ഇനി അത് പൊളിനോമിയൽ ക്വാഡ്രാറ്റിക് പൊളിനോമിയൽ ആണോ? ആണല്ലോ. 2x × 3x എന്ന് പറയുമ്പോൾ 6x² ആണ്. അപ്പോൾ 6x² + 4x ആണ്. അപ്പോൾ അതെന്താണ്? ക്വാഡ്രാറ്റിക് പൊളിനോമിയലാണ്. ഇത് ഇക്വേഷൻ 0 ആയതുകൊണ്ട് അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഓക്കെ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, എന്താണ് ക്വാഡ്രാറ്റിക് പൊളിനോമിയൽ, അതേപോലെ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നതാണ് ഇന്നത്തെ പാഠം. അപ്പോൾ ഈ രണ്ട് വോയിസ് 2-3 വട്ടമെങ്കിലും കൃത്യമായി കേൾക്കുക. കേട്ടതിന് ശേഷം സംശയങ്ങൾ ചോദിക്കുക. പിന്നെ യൂട്യൂബിൽ വേണമെങ്കിൽ അവിടെ തന്നെ കമൻറ്റിൽ സംശയം ചോദിക്കാവുന്നതാണ്. ഇനി പ്രൈവറ്റായി ചോദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചോദിക്കാം, നിങ്ങളുടെ സൗകര്യം പോലെ. പിന്നെ ഇത് വളരെ സിമ്പിളായ, വളരെ സിമ്പിളായ കണക്കാണ്. പക്ഷേ നമ്മളതിന് തുടക്കത്തിൽ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാവും. ഇനിയുള്ള പാഠങ്ങൾ മനസ്സിലാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ നല്ല ശ്രദ്ധ കൊടുത്താൽ ഇത് വളരെ രസകരമായ, മറ്റു വിഷയങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഒരു എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ 100 വട്ടം വേണമെങ്കിലും പറഞ്ഞു തരാൻ തയ്യാറാണ്. അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അരമണിക്കൂർ എന്നത് വളരെ കുറച്ച്, അതിൽ നിന്നും വളരെ കുറച്ചാണ് എടുക്കുന്നുള്ളത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ താഴെ ചെറിയൊരു വർക്ക് തരുന്നുണ്ടാവും, അത് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്ത് ഫയലിൽ സൂക്ഷിക്കണം. ചോദിക്കുന്ന സമയത്ത് അയച്ചു തരേണ്ടി വരും. ഓക്കെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.